നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് 2025 ഫെബ്രുവരി 22 മുതൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമൊന്ന് പരീക്ഷിക്കുവാൻ വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ഫലം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നതായിരിക്കും. കാരണം അത്രമാത്രം ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ജീവിത വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം തെളിഞ്ഞു നിൽക്കുന്നത്. ഇത്രയും ഭാഗ്യം ചെയ്ത നക്ഷത്ര ജാതകർ വളരെ ഏറെ വിരളമായിട്ട് മാത്രമേ കാണപ്പെടുകയുള്ളൂ. കാരണം ഇവർക്ക് ജ്യോതിശാസ്ത്രപ്രകാരം വളരെയേറെ ഉയർച്ചയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്ത് തന്നെയായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളീ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കില്ല നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ഈ പൂജ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യവും സർവ്വ സാമ്പത്തിക നേട്ടത്താലും അതിസമ്പന്നമായി വാഴുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ പുരോഗതികൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ പ്രയാസവും പ്രതിസന്ധികളും ആകുലതകളും മാറി ജീവിതത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിച്ച് നല്ല രീതിയിലുള്ള ജീവിത മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ജോലിയൊക്കെ ലഭിക്കുവാൻ ഗുണകരമായിട്ടുള്ളൊരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഓം നമഃ ശിവായ മന്ത്രങ്ങൾ ദിനവും ഉരുവിടുന്നത് 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ ദുരിതങ്ങളും വിട്ടൊഴിയുവാനും കാരണമായി തീരുന്നതാണ്. എല്ലാവിധമായ സർവ്വ ഐശ്വര്യത്താലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവിടെ കാണപ്പെടുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും കഴിയുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ നിങ്ങൾ വളരെയേറെ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ വിധേയപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. ഈ സമയം നിങ്ങൾക്കുണ്ടാവുന്ന ദാരിദ്ര്യാവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ നല്ല പുരോഗതികൾ കൈവരിക്കുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈശ്വരൻ്റെ സാന്നിധ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പുണ്യപ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളിലേക്കും ഉയർച്ചയിലേക്കും ആ പ്രവൃത്തി നിങ്ങളെ എത്തിപ്പിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ച് മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ ഉയർച്ച നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ അത് പ്രതിഫലിക്കുന്നതായിരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നൊരു കാലഘട്ടവും കൂടിയാണ് നിങ്ങൾക്ക് ഇത് മൂലം വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും ആ കുടുംബത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ആ കുടുംബത്തുണ്ടെങ്കിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്ത് വിളക്ക് തെളിയിക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യം കൂടുതലായി ലഭിക്കുന്നതായി കാണുവാൻ കഴിയുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യത്തോട് ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ മക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് സാമ്പത്തിക അഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതായും കാണുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വന്ന് കയറുവാനും അല്ലെങ്കിൽ വന്നു ചേരുവാനുമുള്ളൊരു സമയമാണ്.
നിങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. ഒരു വീട് എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീടൊക്കെ നിങ്ങൾക്ക് വെച്ച് മുന്നേറുവാനും കഴിയുന്ന അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കാത്തിരുന്ന ജോലികൾ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച് പഠിച്ച് നിങ്ങൾക്ക് കാത്തിരുന്നൊരു ജോലിയൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാൻ കഴിയും. കടങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് ആ കടങ്ങൾ വീട്ടുവാനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്ന സമയമൊക്കെയാണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഈ 2025 ഫെബ്രുവരി 22 കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിലെ ഒരുവിധമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള സന്തോഷം ജീവിതത്തിൽ വന്നു ചേരുവാനും ഭാഗ്യയോഗങ്ങളുണ്ട്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും പ്രതിസന്ധികളും ആകുലതകളും മാറുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ കാത്തിരിപ്പുകൾക്ക് ഫലമുണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നേറുവാനും നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. വിദ്യാഭ്യാസ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തിട്ട് പോകുവാൻ നിൽക്കുന്നവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള യാത്ര ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുന്നതായിരിക്കും. ബിസിനസ് രംഗങ്ങളിൽ പുരോഗതികളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ചൈതന്യങ്ങളും ഉണ്ടാകുവാനുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപിടിച്ചു ഉയർത്തുന്ന സമയമൊക്കെയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആയില്യം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അകന്നുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ ധാരാളം സമ്പത്ത് ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വസ്തു സംബന്ധമായിട്ടുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവർക്ക് വലിയ സമ്പത്ത് ഈ സമയങ്ങളിൽ ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും സന്തോഷം നിറഞ്ഞ കുടുംബജീവിതങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇവർക്ക് തുറക്കപ്പെടുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് ധാരാളം ലഭിച്ച് നല്ല രീതിയിലുള്ള സമ്പത്ത് ആർജിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമൊക്കെയാണ്. ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഓരോ സമയവും നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പത്തും സാമ്പത്തിക വളർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ്. മക്കളെ കൊണ്ടുള്ള മാനസിക വിഷമതകളും സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഈ ചോതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ധാരാളം സൗഭാഗ്യം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. വിവാഹങ്ങൾ നടക്കുന്ന സമയമാണ്. അതായത് താമസിച്ച് നിൽക്കുന്ന ആൾക്കാർ വിവാഹമൊക്കെ കഴിക്കാതെ താമസിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹ സമയമാണിത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ അപമാനിച്ചവരെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള ഭാഗ്യയോഗങ്ങൾ പോലും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും. അതായത് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ ഒരുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹങ്ങൾ ഒരുപോലെ വന്നു ചേരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതം വലിയ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാ കടാക്ഷത്താൽ കഴിയുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ധനാഭിവൃദ്ധിയുടെ ഒരു സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു വരുന്നത്. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ട് മാനസിക വിഷമതകളും സങ്കടങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി നല്ല ജോലി, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വരുമാന മേഖലകളിൽ മത്സരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ മത്സരങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങളെ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിന് മേൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ എന്താണോ വേദനിപ്പിക്കുന്നത് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഈ സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കൂടുതലും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും വലിയ തോതിലുള്ള നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോ നിമിഷവും
അതിസമ്പന്നമായിട്ടാണ് മൂലം നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറി ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ചൈതന്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്കിനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിളക്കമാർന്നൊരു സമയമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. ഈശ്വര ചൈതന്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ ഏത് താഴ്ന്ന നിലവാരത്തിൽ നിന്നും ജീവിതത്തിൽ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് കോടീശ്വര യോഗം പോലും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരുവാനുള്ള സമയമാണ്. ഈ സമയം സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങൾ തൊടുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമതകളൊക്കെ അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും ധാരാളം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ഉറപ്പായും ശിവമന്ത്രങ്ങൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം 108 തവണ നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് എനർജികളും മാറി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വെച്ചടി കയറ്റം സംഭവിക്കുന്ന സമയമാണ്. സാമ്പത്തിക മേഖലകളിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എന്താണോ ഈ സമയങ്ങളിൽ ആവശ്യം അത് നിങ്ങൾ വിശ്വസിക്കുന്ന സർവേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ മേലെ വിജയങ്ങളൊക്കെ കൈവരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും സാമ്പത്തികപരമായിട്ടുള്ള സകല ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ മികച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അലട്ടുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന 12 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. അതാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഭാഗ്യങ്ങളൊന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെ സമയം കൂടിയാണ്. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ധനാഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിച്ച് ഒരു ധനവാനായി തീരുവാനുള്ള ഭാഗ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 12 നക്ഷത്ര ജാതകർക്കും ലഭിക്കുന്ന സമയമാണ്. ഉറപ്പായും ജീവിതത്തിൽ ഈശ്വര അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും.